മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശം. മക്കളെ നമ്മുടെ ധർമ്മം പഠിപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും. മതം മനസ്സിനെ മയക്കുന്ന കറുപ്പും ശരീരത്തെ മൂടുന്ന കറുപ്പും ആകുമ്പോൾ എന്ത് അച്ഛൻ, ഏത് അമ്മ, ഏത് സംസ്കാരം, ഏത് രാഷ്ട്രം, എന്ത് ഭാരതം, എന്ത് മൂല്യം, എന്ത് ജീവിതം, ഇതെല്ലാം ചോദ്യചിഹ്നങ്ങളാണ്. തലയിൽ പടർന്നു കയറുന്ന ആവേശം, എന്തിനേയും തകർത്തെറിഞ്ഞ് ശിരകളിലും ലഹരിയാകുന്ന കറുപ്പ്, നിരീശ്വരവാദം പറഞ്ഞു പറഞ്ഞ് മകളെ കൃഷ്ണനിൽ നിന്നും രാമനിൽ നിന്നും ദേവീ സങ്കല്പങ്ങളിൽ നിന്നും അകറ്റി ധർമ്മത്തിനെതിരെ, പൈതൃകത്തിനെതിരെ, രാഷ്ട്രത്തിന്റെ ഗ്രന്ഥങ്ങൾക്കെതിരെ, ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും അതിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും നിരാകരിക്കാനും തമസ്കരിക്കാനും കുറെ അധികം കമ്മ്യൂണിസ്റ്റ്, യുക്തിവാദി, നിരീശ്വരവാദി, പുരോഗമനവാദികൾ മുമ്പോട്ട് വന്നു. അവരുടെ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അറിയണം. മറ്റു ചിലരുടെ മക്കൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ അറിയണം. ആത്മീയത അവൾ മറ്റു മതസ്ഥരിൽ കണ്ടു. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, നല്ല എന്നുള്ളത് കൊട്ടേഷനില്, നീചമായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ നല്ലതെന്ന് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ആത്മീയത, കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളുടെ ആത്മീയത, അവൾ അത് മറ്റു മതസ്ഥരിൽ കണ്ടുപിടിച്ചു. വീട്ടിൽ സന്ധ്യയ്ക്ക് കത്തിക്കാത്ത വിളക്കിന്റെ മുമ്പിൽ അവൾ കേൾക്കാത്ത രാമനാമ ജപം അവൾ കൂട്ടുകാരിയുടെ സന്ധ്യ നിസ്കാരത്തിൽ കണ്ടു. ആ പെൺകുട്ടി രാമനാമം ജപിക്കാറില്ല, വീട്ടിലെ കീർത്തനങ്ങൾ ചൊല്ലാറില്ല, പ്രാർത്ഥിക്കാറില്ല. ഇതൊന്നുമില്ലാത്ത എണ്ണ മാറ്റിയ കൊപ്രയായ പിണ്ണാക്കിന്റെ ജീവിതം. ആ ജീവിതത്തിൽ ചൈതന്യമില്ല എന്ന് തന്നെത്താനെ മനസ്സിലാക്കി അച്ഛനും അമ്മയുടെയും പ്രവൃത്തിയിലൂടെ അവൾ കണ്ടെത്തിയ സന്ധ്യാനാമം അയൽവക്കത്തെ വീട്ടുകാരിയുടെ 5 നേരത്തെ നിസ്കാരത്തില് ആത്മീയത കണ്ടെത്താൻ കമ്മ്യൂണിസ്റ്റുകാരുടെ മകൾക്ക് സാധിച്ചു. ദൈവത്തെക്കുറിച്ച് അച്ഛൻ പുച്ഛത്തോടെ പറഞ്ഞ മറുപടിക്ക് കൂട്ടുകാരികൾ എണ്ണയിട്ട യന്ത്രം പോലെ മറുപടി നൽകി. ഈ കൂട്ടുകാരികളെല്ലാം മുസ്ലിങ്ങളാണ്. ആ കുട്ടിയുടെ മനസ്സ് ഉലഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന വലിയ പ്രസ്ഥാനത്തിന്റെ പ്രവാചകനെ പോലെ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളുടെ മനസ്സ് ഉലഞ്ഞു. ആകെ ആ പെൺകുട്ടിക്ക് വെപ്രാളം. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നറിഞ്ഞൂടാ. തെറ്റും ശരിയും ഏതാണെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. വീട്ടിൽ പഠിപ്പിച്ചത് നിരീശ്വരവാദം, ഈശ്വരനെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, സംസ്കാരത്തെ അവഹേളിക്കുക, രാഷ്ട്രത്തെ അവഹേളിക്കുക, അതാണ് പുരോഗമനം എന്ന് പഠിപ്പിച്ച ഒരു മാതാപിതാവിന്റെ മക്കൾക്കാകെ കൺഫ്യൂഷൻ, മകൾക്കാകെ കൺഫ്യൂഷൻ. പരിശീലനം നേടിയ മതപണ്ഡിതരെത്തി. അതിന്റെ തലയിൽ പിടിച്ച് ഉച്ചത്തിൽ അറബിക് മന്ത്രങ്ങൾ മുഴങ്ങി. അത്തറിന്റെ മണം നിറഞ്ഞ മുറികളിൽ അവൾ തളർന്നുറങ്ങി. ഇപ്പോ അവൾക്ക് സംശയങ്ങളില്ല. തലച്ചോർ പ്രവർത്തിക്കുന്നത് ഒറ്റ ദിശയിൽ മാത്രം. ഇസ്ലാം അല്ലാതെ എല്ലാം പൊള്ളത്തരങ്ങളായി. സ്കൂളിൽ യാത്ര, സത്യമായി പഠിച്ച പരിണാമ സിദ്ധാന്തങ്ങൾ വെറും കഥകളായി. ദൈവം മണ്ണിൽ കുഴച്ച് ശ്വാസം ഊതിയത് അവൾക്ക് പൂർണ്ണ വിശ്വാസമാകുന്ന അവസ്ഥയായി. ഭൂമിയും സൗരയൂഥവും ഗ്രഹങ്ങളും പഠിച്ച ജിയോഗ്രഫി പുസ്തകത്തിന്റെ കത്തുന്ന ചാരത്തിൽ നിന്നവൾ ഉറക്കെ പറഞ്ഞു, ഈ ഭൂമി പരന്നതാണ്. ഉറുമ്പുകളെ ചവിട്ടാതെ പെറ്റിക്കോട്ടിട്ട് നടന്ന കാലത്തിൽ നിന്നും കാഫീറുകൾ കണ്ടറിഞ്ഞ് വെച്ച് കൊല്ലാൻ പറഞ്ഞത് വേദവാക്യമായി. സ്ത്രീ പീഡിക്കപ്പെട്ടാൽ സാക്ഷികളുടെ എണ്ണം കൂടുതൽ വേണം എന്ന് പറഞ്ഞത് അവൾക്ക് അവകാശമായി. സുന്ദരമായ മുടി ആരെയും കാട്ടാതെ മറച്ച് കറുത്ത തുണിയിൽ മൂടണം എന്ന് പറഞ്ഞത് അവൾക്ക് പുണ്യമായി. അവൾ ഉറക്കെ പറഞ്ഞു, ഇതാണ് സ്വാതന്ത്ര്യം. മറിച്ചൊന്ന് ചിന്തിക്കാൻ ആ കുഞ്ഞിന് വീട്ടിൽ നിന്നും അച്ഛനോ അമ്മയോ പറഞ്ഞതൊന്നും ഓർമ്മത്തൊട്ടിലിൽ ഇല്ലായിരുന്നു. പാർട്ടി ഓഫീസിന്റെ ഒറ്റ ബെഞ്ചിലിരുന്ന് ഒരച്ഛൻ നീറിപ്പുകഞ്ഞ് കരയുന്നു. ആ കണ്ണീർ തുടയ്ക്കാനാകാതെ താടിവെച്ച ഒരു ബൊളീവിയൻ രൂപം ചുമരിൽ പട്ടാളവേഷത്തിലിരുന്നു. ചുവന്ന കൊടിമരത്തിന്റെ മുകളിലിരുന്ന് ചിരിച്ചു. കൂടെ മുദ്രാവാക്യം വിളിച്ച് നടന്ന മുസ്ലിം സഖാക്കളുടെ മക്കൾ സന്ധ്യാ നിസ്കാരത്തിന് വരിവരിയായി പോകുന്നുണ്ടായിരുന്നു.
ഈ കമ്മ്യൂണിസ്റ്റുകാരനും പുരോഗമനവാദിയും യുക്തിവാദിയുമായ അച്ഛൻ തന്റെ മകൾക്ക് സംഭവിച്ച ദുർഗതിയിൽ ഓർത്ത് ദുഃഖിച്ചോ സന്തോഷിച്ചോ സമാധാനിച്ചോ വേദനിച്ചോ എന്നറിഞ്ഞുകൂടാ. ഇന്ന് കേരളത്തിൽ ഇതാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് സംഘികളായ RSSകാരല്ല, സംഘികളായ വിശ്വ ഹിന്ദു പരിഷത്തുകാരല്ല, ഏറ്റവും ഉയർത്തിലിരിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് വിഭാഗത്തിൽപ്പെടുന്നവരും അവർ പറഞ്ഞ വരികളാണ് ഇന്ന് പ്രചരിക്കുന്നത്, സത്യത്തിന്റെ വെളിച്ചത്തിലൂടെ പ്രചരിക്കുന്നത്. ഓർമ്മിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മകൻ ലവ് ജിഹാദിലൂടെയോ ഏത് മതത്തിലേക്ക് പോകുന്നതോ പോകാതിരിക്കുന്നതോ അല്ല, അത് ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ഇവിടുത്തെ മാനവരാശിക്കും എതിരെ പ്രവർത്തിക്കാനുള്ള ആയുധങ്ങൾ ഏന്താനും അതാണ് ധർമ്മവും മോക്ഷത്തിനുള്ള മാർഗവും ദൈവത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള മാർഗവും എന്ന് തെറ്റിദ്ധരിപ്പിച്ചു പോകുമ്പോൾ നിങ്ങൾ ഈ നാടിനെ പുച്ഛിക്കാനും അവഹേളിക്കാനും ഇറങ്ങി പുറപ്പെട്ടത് ഓർമ്മിക്കുക. ഓരോ വിദേശത്ത് വസിക്കുന്ന ഭാരതത്തിലെ ഹിന്ദുവും ഭാരതീയനും അവരുടെ അച്ഛനോടും അമ്മയോടും ഈ നാട്ടിലുള്ള അവരുടെ സുഹൃത്തുക്കളോടും ഫോൺ വിളിച്ച് അറിയിക്കണം. ശ്രദ്ധിക്കുക, ഈ രാഷ്ട്രത്തെ അവഹേളിക്കുന്നതും പുച്ഛിക്കുന്നതും ഈ സംസ്കാരത്തെ എതിർക്കുന്നതും അതിലെ തിന്മകൾ മാത്രം കണ്ടെത്തുന്നതിന് പകരം തിന്മകളുണ്ടെങ്കിൽ തിരുത്താനും നന്മകളെല്ലാം എടുക്കാനും രാഷ്ട്രത്തിന്റെയും ധർമ്മത്തിന്റെയും ആരാധകരാകാനും നിങ്ങൾ വിദേശത്തുള്ള ഭാരതീയര്, പ്രത്യേകിച്ചും വിദേശത്തുള്ള കമ്മ്യൂണിസ്റ്റുകാര്, മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന, സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന, UAE-യിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് യഥാർത്ഥ ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിന്റെ കീഴിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു അറേബ്യൻ കഥയിലെ ശ്രീനിവാസനെ പോലെ ഒന്ന് അറിയിക്കണം ഇവിടുത്തെ നേതാക്കന്മാരെ. 5 വർഷം ഭരിക്കാൻ വേണ്ടി രാഷ്ട്രത്തിനും ധർമ്മത്തിനും സംസ്കാരത്തിനും എതിരെ പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ആസുരീക ശക്തികളുടെ നേതാക്കന്മാരെ അറിയിക്കണം. ഈ രാഷ്ട്രം എങ്ങോട്ട്, ഹൈന്ദവ ജനത എങ്ങോട്ട്, 10,000 വർഷം വിദേശത്തിലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഭരണത്തിന് കീഴിൽ ചതഞ്ഞമർന്ന ഹിന്ദു ഇനിയും അതിന് വഴിവെക്കരുത്. ഭാരതം ഉണരുന്നുണ്ട്, ഭാരതം ഉയരുന്നുണ്ട്. നല്ല ഹിന്ദു ധർമ്മത്തോട് ബോധമുള്ള വ്യക്തി തന്നെ ഭാരതം ഭരിക്കുന്നുണ്ട്. ഭാരതം ഭരിക്കുന്നവരിലും ഭാരതത്തിലെ 14 സ്റ്റേറ്റുകൾ ഭരിക്കുന്നതിലും ഈ രാഷ്ട്രത്തോട് ആഭിമുഖ്യവും ധർമ്മബോധവുമുള്ളവരാണ് ഭരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെക്കാൾ ഭേദമായിട്ട് അവർക്കതുണ്ട്. അതുകൊണ്ട് തന്നെ തളരാതെ തകരാതെ തമസ്കരിക്കപ്പെടാതെ നമ്മുടെ ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഓരോ പഴയ കമ്മ്യൂണിസ്റ്റുകാരനും പുതിയ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയോ പഠിപ്പിക്കണം. വിദേശത്തുള്ള ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കണം. ഈ നാടിനെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത്, ഈ സംസ്കാരത്തെ തമസ്കരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത്. ഈ രാഷ്ട്രത്തിനെതിരെ തീവ്രവാദം, പത്രസ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പേരില് തിന്മകളുടെ കൊടി ഉയർത്തുന്നവരാകരുത് നിങ്ങൾ എന്ന് പറഞ്ഞു മാറ്റണം. ഈ കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയ മനസ്സുകളിൽ മാത്രമേ ഇന്ന് കമ്മ്യൂണിസം ഉള്ളൂ. പക്ഷെ അത് മതി 1000 തേൻതുള്ളിക്ക് ഒരു മീൻതുള്ളി എന്ന് ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണൻജി പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. ആ മീൻതുള്ളി ആകാതിരിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയണം. രാഷ്ട്രത്തോടൊപ്പം നമുക്ക് മുന്നേറാമെങ്കിൽ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നതോടൊപ്പം മുന്നേറാൻ സാധിക്കില്ല. മൈനോറിറ്റി ന്യൂനപക്ഷത്തിന്റെ വോട്ടും ന്യൂനപക്ഷത്തിന്റെ സപ്പോർട്ടും കൊണ്ട് ഒരുപക്ഷെ 5 വർഷം ഭരിച്ചു എന്ന് വരും. ഭാരതം എന്ന രാഷ്ട്രം 10,000 വർഷം നിലനിൽക്കുന്നു, ഇനിയും അത് നിലനിൽക്കും. അതില് നിങ്ങളെപ്പോലെ ശപിക്കപ്പെട്ട ജീവിതമാകരുത്. ഭാരതത്തിനെതിരെ ന്യൂനപക്ഷത്തെ പ്രവർത്തിപ്പിക്കാൻ മുമ്പോട്ട് വരുന്നത് ഓർമ്മിക്കുക. പുരോഗമനവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും പകല് അവർ CPM-ഉം രാത്രി NDF-ഉം തീവ്രവാദികളും ആകുന്നവരാണെന്നറിയാം. ഒരുപക്ഷെ മുസ്ലിമിനെ ഉപയോഗിച്ച് ഹിന്ദുവിനെ കൊന്നാൽ അത് ഒരു വർഗീയ കലാപത്തിന് കാരണമാകുന്നത് കൊണ്ട് ഹിന്ദുക്കൾ ക്ഷമിക്കും എന്ന് ധരിച്ച് കമ്മ്യൂണിസ്റ്റുകാരന്റെ കാര്യങ്ങൾ നേടാൻ മുസ്ലിമിനെ എടുത്ത് ഹിന്ദുവിനെ വെട്ടിക്കൊന്ന് തിരിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഓർമ്മിക്കുക. ഈ സനാതന ധർമ്മം രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല. സനാതന ധർമ്മത്തിലുള്ളവർ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ചെന്ന് രാഷ്ട്രത്തിന് ധർമ്മത്തിനുമെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതേ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അറിയുക, നമ്മുടെ മക്കള് ഈ രാഷ്ട്രദ്രോഹത്തിന്റെ പന്ഥാവിലൂടെ പോകുമ്പോൾ
ന്യൂനപക്ഷക്കാരുടെ മക്കള് ധന്യമായിട്ട് അവരുടെ കർമ്മമണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതും ഓർമ്മിക്കുക. പ്രണാമം, നമസ്കാരം.